ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വയം പ്ലസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വയം എന്ന് പറയുന്നത്. സ്വയം എന്ന് പറയുന്നത് ഒരു അക്രോണിമാണ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് സ്വയത്തിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്ത് ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് സ്വയം പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സ്വയം പ്ലസ് എന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ മറ്റൊരു ഒബ്ജക്റ്റീവായ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 2035 50%, അതുപോലെ 2047 65% എത്തിക്കുക. ഈ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമാണ് സ്വയം പ്ലസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ? ഇന്ത്യയിൽ 18 to 23 വയസ്സിനുള്ളിൽ വരുന്ന ആളുകളുടെ എണ്ണം, അതിൽ എത്ര പേര് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. 2021-22 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 28.4% സോ ഇത് 2035 50% എത്തിക്കുക, അതുപോലെ 2047 65% എത്തിക്കുക എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ് സ്വയം പ്ലസ് എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരി 27 യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തും ക്വാളിറ്റി എഡ്യൂക്കേഷന് ആക്സസ് ലഭിക്കാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആളുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ളത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് വളരെ ഒരു വലിയ ഇഷ്യൂ ആണ് അല്ലേ. അപ്പോൾ അതിനൊരു കാരണമായിട്ട് കണക്കാക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സ്കില്ലുകളും എന്നാൽ ഒരു ജോലിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള സ്കില്ലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുക എന്നുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യമാണ്. സ്വയം പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വയം പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻറ്റ് കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സസ് എന്ന് പറയുമ്പോൾ കോഴ്സസ് ആർ അലൈൻഡ് വിത്ത് ഇൻഡസ്ട്രി നീഡ്സ് ആൻഡ് ദാറ്റ് എൻഹാൻസസ് ലേണേഴ്സ് എംപ്ലോയബിലിറ്റി. അതായത് ലേണേഴ്സിൻ്റെ എംപ്ലോയബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രി നീഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കോഴ്സുകളാണ് സ്വയം പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻ കൊളാബറേഷൻ വിത്ത് ലീഡിംഗ് ഇൻഡസ്ട്രി പ്ലെയേഴ്സ് ആൻഡ് എഡ്ടെക് കമ്പനീസ് ടു ബ്രിങ് എംപ്ലോയബിലിറ്റി ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് പ്രോഗ്രാംസ് ടു ഇറ്റ്സ് ലേണേഴ്സ്. നമ്മൾ സ്വയത്തിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്താ പറയുക 9th മുതൽ PG വരെയുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 നാഷണൽ കോർഡിനേറ്റേഴ്സ് സ്വയത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ സ്വയം പ്ലസ്സിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി പ്ലെയേഴ്സിൻ്റെയും എഡ്ടെക് കമ്പനീസിൻ്റെയും സഹായത്തോടെ അവരുടെ കൊളാബറേഷനിലൂടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരുന്നത് മൈക്രോസോഫ്റ്റ്, ഇൻഡൽ, TCS Ion, മെഡ്വാസിറ്റി, L&T എഡ്യൂടെക്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടെക് മഹീന്ദ്ര തുടങ്ങി ഒരുപാട് കമ്പനീസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നാണ് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം വഴി ഡിഫറെൻറ്റ് കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. ഇനി സ്വയം പ്ലസ് പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ചൂസൺ സെക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അതായത് മാനുഫാക്ചറിങ്, എനർജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IT or ITs, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ടീച്ചർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, സോഷ്യൽ സയൻസ്, ഇന്ത്യൻ നോളജ് സിസ്റ്റം, മീഡിയ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര ഇതെല്ലാമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് സ്വയം പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്വയം പ്ലസിൻ്റെ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം ഒരു ഇക്കോ സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്
ഒരുമിച്ച് ചേരുന്ന, അതായത് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണേഴ്സ്, അതുപോലെ കോഴ്സ് പ്രൊവൈഡേഴ്സ്, ഇൻഡസ്ട്രി, അക്കാദമിയ ആൻഡ് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുമിച്ച് ചേരുന്ന ഒരു ഇക്കോസിസ്റ്റം, ഒരു പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്യാനാണ് സ്വയം പ്ലസ് ശ്രമിക്കുന്നത്. അതുപോലെ സ്വയം പ്ലസ് വഴി ഹൈ ക്വാളിറ്റി ലേണിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആണ് ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത് ഫ്രം ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് അക്കാദമി അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആയിരുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിനായിരുന്നു. അതായത് ₹1 പോലും സ്വയത്തിലെ കോഴ്സുകൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്വയം പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ പെയ്ഡ് ആയിട്ടുള്ളതും 2 തരത്തിലുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഫോക്കസ് പ്രോഗ്രാംസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഓഫർ ചെയ്യുന്നത്. ഭാവിയിൽ ഏതൊക്കെ സെക്ടേഴ്സിലാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അത് മനസ്സിലാക്കി, ആ ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ മനസ്സിലാക്കി അതിന് യോജിച്ച എംപ്ലോയ്മെൻറ്റ് ഫോക്കസ് പ്രോഗ്രാംസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റീച്ച് എ ലാർജ് ലേണർ ബേസ് ബൈ കാറ്ററിംഗ് ടു ലേണിംഗ് അക്രോസ് ദ കൺട്രി വിത്ത് എ ഫോക്കസ് ഓൺ റീച്ചിങ് ലേണേഴ്സ് ഫ്രം Tier 2 and 3 towns. അതായത് പോപ്പുലേഷൻ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് Tier 1, Tier 2 and Tier 3 and Tier 4 എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ കൂടുതലുള്ള സിറ്റീസ് പോലെയുള്ള ഏരിയാസ് ആണ് Tier 1 വരുന്നത്. Tier 2, 3 എന്നൊക്കെ പറയുമ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ ഏരിയാസ്, മീൻസ് വില്ലേജസ് ആൻഡ് റൂറൽ ഏരിയാസ് എല്ലാമാണ് വരുന്നത്. സോ എല്ലാ ഭാഗത്തേക്കും ടു എനിവൺ ടു എനിവർ അറ്റ് എനി ടൈം ആക്സസ് ലഭിക്കുക എന്നുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആർക്കും ഇവിടെ നിന്നും ഏത് ടൈമിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഓഫറിംഗ്സ് ബേസ്ഡ് ഓൺ ലേണേഴ്സ് നീഡ് അക്രോസ് ചൂസൺ ഡിസിപ്ലിൻ വിത്ത് ഓപ്ഷൻസ് ടു ലേൺ ത്രൂ റിസോഴ്സസ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ, ഡിഫറെൻറ്റ് റീജിയണൽ ലാംഗ്വേജസിൽ ഈ ഒരു കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആക്സസ് ടു ഇന്ത്യൻ നോളജ് സിസ്റ്റം ഫോർ ലേണേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടു എനിവൺ ടു എനിവർ അറ്റ് എനി ടൈം ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാമാണ് സ്വയം പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പ്രൈമർലി ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. സ്വയം പ്ലസിൻ്റെ ഗവേണൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫണ്ട് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ്. IIT മദ്രാസിനെയാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഈ ഒരു സ്വയം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ കൂടാതെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി സ്വയം പ്ലസിനുണ്ട്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഡിഫറെൻറ്റ് അക്കാദമി ആൻഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു സ്വയം പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണെങ്കിലും അതുപോലെ പാർട്ട്നേഴ്സ് ആണെങ്കിലും അവരെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തതിന് അവർക്ക് കുറച്ച് സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അതിനെ ബേസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോഴ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതും. അപ്പോൾ ഇതാണ് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്വയം പ്ലസിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കാം. സ്വയം പ്ലസിലൂടെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, സ്വയത്തിൽ 9th മുതൽ PG വരെയുള്ള കോഴ്സുകളാണെങ്കിൽ സ്വയം പ്ലസ്സിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഭാവിയിൽ ജോലി സാധ്യതകൾ വരാൻ ചാൻസ് കൂടുതലുള്ള ഏരിയാസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഓഫർ ചെയ്യുന്നത്. It is not restrict itself to engineering or technology. Sectors like energy, healthcare, logistics will also be focused upon. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ബോത്ത് ഫ്രീ ആൻഡ് പെയ്ഡ് കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സ്വയത്തിൽ ഫ്രീ കോഴ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ സ്വയം പ്ലസ്സിൽ ഫ്രീ ആൻഡ് പെയ്ഡ് കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദർ ഇസ് നോ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ആർക്കും ഈ ഒരു ഇതിലെ കോഴ്സുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ ലേണേഴ്സ് ആർ ഫ്രീ ടു ചൂസ് എനി കോഴ്സ്. പക്ഷേ ഓരോ കോഴ്സിൻ്റെയും കോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്ത ഭാഗത്ത് പ്രീ റിക്വസിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം കോഴ്സുകൾ എൻറോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലേണേഴ്സ് ക്യാൻ എൻറോൾ ഇൻ മൾട്ടിപ്പിൾ കോഴ്സസ്. ഒരേ സമയം ലേണേഴ്സിന് മൾട്ടിപ്പിൾ കോഴ്സസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് ലേണേഴ്സിൻ്റെ ടൈം മാനേജ് ചെയ്യാനുള്ള എബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം ചൂസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഒരേ സമയം മൾട്ടിപ്പിൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് കണ്ടീഷൻസ് ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Once a learner has enrolled in a course, the learner will have access to course material and other necessary learning material on the LMS.
അതായത് LMS വഴി, LMS എന്ന് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. സോ അതുവഴി കോഴ്സ് മെറ്റീരിയൽസും ലേക്കുള്ള ആക്സസ് ലേണേഴ്സിന് ഉണ്ടായിരിക്കുന്നതാണ്. All courses that have certification on credit recognition require that the learner appear for a proctored online or offline exam. സ്വയത്തിലെ പോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോക്റ്റഡ് എക്സാം ഓൺലൈൻ ഓർ ഓഫ്ലൈൻ മോഡിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആവുക. Once a learner completes all courses requirements as outlined by the course provider, the certificates will be provided. Not all courses on Swayam Plus are credit aligned courses. The courses that are credit aligned will have an NCRF level tagged to it. Only those courses that have been aligned to an NCRF level can be submitted at the learner's university or college to gain the credit. Swayam Plus പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ക്രെഡിറ്റ് അലൈൻഡ് ആയിട്ടുള്ള കോഴ്സുകളല്ല. ക്രെഡിറ്റ് അലൈൻഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ നേരെ, അതായത് കോഴ്സ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത ഭാഗത്ത് NCRF ലെവൽ ഉള്ള കോഴ്സുകളാണെങ്കിൽ അത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് അലൈൻഡ് കോഴ്സുകളാണെങ്കിൽ അത് മനസ്സിലാക്കി അതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദ കോഴ്സസ് ദാറ്റ് ആർ NCRF aligned ആർ അപ്രൂവ്ഡ് ബൈ an expert committee. NCRF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ആണ്. സോ ദ കോഴ്സസ് ദാറ്റ് ആർ NCRF aligned ആർ അപ്രൂവ്ഡ് ബൈ an expert committee, program implementation committee. However, the final decision of awarding credits will depend upon the university or higher education institute of the learner. സോ NCRF aligned ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ സ്വയം പ്ലസിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ജോയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് അവാർഡിംഗ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.